ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനുദിനം അനേകം പ്രതിസന്ധികൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും നോക്കുന്നൊരു തിരുവചനമുണ്ട്, ഞാൻ ഓർക്കുന്നൊരു തിരുവചനമുണ്ട്. നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണുന്നുണ്ട്, പൗലോസും സീലാസും തടവറയിൽ കിടന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. ശരിക്കും എത്രയോ വേദനയുടെ അവസ്ഥയാണ് ശരിക്കും അവരനുഭവിക്കുന്നത്. ആ സമയത്തൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നൊരവസ്ഥ. ശരിക്കും ആ ഒരു അവസ്ഥയിൽ ശരിക്കും അവര് ആ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്തത്. ശരിക്കും അവര് തമ്പുരാനിലേക്ക് നോക്കി ദൈവത്തെ ആരാധിക്കുക ചെയ്തേ. ആ ചെങ്ങലകൾ കിലുക്കിക്കൊണ്ടും അവർക്ക് പറ്റുന്ന അത്ര ഒച്ചയില് മറ്റുള്ളവരൊക്കെ എന്താണ് ഞങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ അവര് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരും. ചിലപ്പോൾ നമുക്ക് എങ്ങനെ സോർട്ട് ചെയ്യണം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കണം ഒരു ഐഡിയ ഉണ്ടാവില്ല. ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ആ പ്രശ്നത്തിലേക്ക് ഒരിക്കലും നോക്കി നിൽക്കാൻ പാടില്ല. നമ്മളിപ്പം പൗലോസും സീലാസും ചെയ്ത പോലെ നമ്മൾ സർവശക്തി ഉപയോഗിച്ച് നമ്മുടെ കർത്താവിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ സ്തുതിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് അവസാനത്തില് അവരുടെ ചെങ്ങലകൾ വിട്ടുമാറുന്നതും ആ ജയിലിൽ ഒരു വലിയ ഇടിമുഴക്കത്തോടെ ആ ജയിലറകളൊക്കെ തുറക്കപ്പെടുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവമായ കർത്താവിനെ ആരാധിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇതിൽ മാത്രം ശ്രദ്ധിച്ച് ദൈവത്തെ മാത്രം സ്തുതിക്കുന്നതിൽ നമ്മൾ തൽപരരായിട്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ കെട്ടപ്പെട്ട ഏത് ചങ്ങലയായാലും അഴിക്കപ്പെടും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.